അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ അസ്സിൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം നഹ്മദുഹു സുബ്ഹാനഹു അലാ മാ അൻഅമ അലൈനാ ബിഹി വതകറം وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله وصفيه من خلقه وخليله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അള്ളാഹു നമ്മിൽ നിന്നും ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറയണ കേൾക്കണില്ലേ? കേൾക്കണില്ലേ? കട്ടുണ്ടോ? കേൾക്കണ്ടല്ലേ? കട്ടില്ലോ? ഇല്ല. ഉണ്ട്. അതന്നെ. എനിക്ക് നേരത്തെ നമ്മളെ നിസാമി ഉസ്താദിന്റെ ആ നസീഹത്ത് ഇങ്ങനെ കേൾക്കുമ്പോ എന്റെ ഇതിവിടെ ഇങ്ങനെ വല്ലാതെ കട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പൊ നമ്മളെ SKSSന്റെ ആ സൗരം വന്നിട്ട് പാട്ട് പാടിയപ്പോഴും തന്നെ എനിക്ക് വല്ലാതെ കട്ട് അനുഭവപ്പെട്ടു. അങ്ങോട്ടില്ലല്ലോ അല്ലേ? ഓക്കെ. ശരി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇതുവരെ ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദിന്റെ നല്ലൊരു നസീഹത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കതിന്റെ അവസാന ഭാഗം കുറച്ചേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാന്മാരായ അത്തരം ഉസ്താദന്മാർക്ക് ഇനിയും ഒരുപാട് കാലം നമുക്ക് അത്തരം നസീഹത്തുകൾ തന്ന് നമ്മുടെയൊക്കെ പാരത്രികമായ ജീവിതം അത് കേട്ട് സമ്പന്നമാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ഉസ്താദന്മാർക്ക് ഇനിയും ഒരുപാട് റബ്ബ് സൃഷ്ടിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ SKSFന്റെ കക്കൂത്ത് ഒരു പാട്ടുപാടായിരുന്നു. ക്ലിയർ എന്താ നിർത്തിയാവോ? ഏതായാലും കൈയായിരുന്നു. ഇനി ഏതായാലും നമുക്ക് തുടരാം. നമ്മളെ ലത്തീഫ് യമാനി എന്താ മൈക്ക് ആവശ്യമുണ്ടായിരുന്നോ? ലത്തീഫ് യമാനി ഉസ്താദ് മൈക്ക് ആവശ്യമുണ്ടായിരുന്നോ? ആയിക്കോട്ടെ. യമാനി ഉസ്താദ് അവിടെ അല്ലേ? എന്റെ സ്വരം കേൾക്കണില്ലേ യമാനി ഉസ്താദ്? പോയോ? ഏതായാലും ശരി, ഇൻഷാ അല്ലാഹ്. എന്നാൽ ഹദീസ് ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങളെയും സന്തോഷത്തോടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അല്പനേരം നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദുനിയാവിന്റെ വല്ലാത്ത ഫിത്നകൾ, ഫസാദുകൾ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ, നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടുണ്ടാകുമ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീനിനെ സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സമൂഹത്തിൽ നിന്ന് അകന്നു അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയായിരുന്നു പ്രതിപാദിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ പറയുമ്പോഴും കൂട്ടത്തിൽ നാം പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെയാണെങ്കിലും ഒരാൾക്ക് ഈ സമൂഹത്തോട് ഒറ്റി നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഓരം പറ്റി തന്നെ ദീനിന് യാതൊരു കോട്ടവുമില്ലാതെ
ദീനിയായ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടാകുകയാണെങ്കിൽ അവൻ അത് തന്നെയാണ് വേണ്ടത്. സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട്, സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തോട് കൂടെ ജീവിക്കുകയാണ് വേണ്ടത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുലഫാഉർ റാഷിദീങ്ങളും മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതന്നെയാണ് നല്ലത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയാത്തൊരു ചുറ്റുപാടിലായിരുന്നു നാം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തത്. ഏതായാലും ശരി, ഇനി അത് സംബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ്, ആ മനസ്സ് എന്താണ് എന്ന്, ഖൽബ് എന്താണ് എന്ന് ശരിയായ രീതിയിൽ പ്രവചിക്കാൻ ഇന്നേ വരെ ഒരാൾക്കും കഴിയാത്ത ഒരു ചുറ്റുപാടാണ് ഉള്ളത്. ആ ഖൽബിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ സംസ്കരിച്ച് അതിനെ വെടുപ്പാക്കി വൃത്തിയാക്കി നല്ല മനസ്സിന്റെ ഉടമകളാവേണ്ടത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അതില്ലാതെ മനസ്സ് ശുദ്ധിയാവാതെ വേണ്ടാവൃത്തികളൊക്കെ അടിഞ്ഞുകൂടുന്ന ഒരു മാലിന്യ കൂമ്പാരമായി മനസ്സ് മാറുകയാണെങ്കിൽ ഒരു നിലക്കും അവന് ഈ ലോകത്ത് മാത്രമല്ല പ്രത്യേകിച്ച് നാളെ പാരത്രികമായ ലോകത്തും രക്ഷപ്പെടാൻ സാധ്യമേ അല്ല. അത് സംബന്ധമായി എന്തൊക്കെയാണ് അവന് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് തവണകൾ നാം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നമ്മളൊക്കെ ബോധവാന്മാരാകുന്ന വിഷയമാണ്. എന്നാൽ കൂടി നിങ്ങളെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഹദീസിന്റെ ഒരു ഘടന അങ്ങനെ ആയതുകൊണ്ട് അത് പറഞ്ഞതിന് ശേഷം പിന്നെ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ മുസ്ലിംകളായി ജീവിച്ച് മരിക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ഈമാനോട് കൂടെ മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ മുഖ്ലിസീങ്ങളായി, മുത്തഖീങ്ങളായി, സ്വാലിഹീങ്ങളായി ജീവിച്ച് മഹാന്മാരായ അമ്പിയാക്കളോട്, ഔലിയാക്കളോടുകൂടെ, ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ വിനയാന്വിതനായിരിക്കണം എന്നുള്ളത്. താഴ്മ ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നത് ഒരു പക്ഷേ നമുക്കൊക്കെ ഉണ്ടാവൽ അനിവാര്യമായതും എന്നാൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്ന് എന്നോ തൂത്തെറിയപ്പെട്ടതുമായ ഒരു പഴഞ്ചൻ വാക്കായിട്ട് അത് ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു രംഗത്താണ് നാം ഉള്ളത് എന്ന് തോന്നുന്നു. ഏതായാലും ശരി, തവാളുഅ്, താഴ്മ ചെയ്യുക, വിനയം കാണിക്കുക എന്നുള്ളത് മഹാന്മാരായ മുത്തഖീങ്ങളായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അവരുടെ പിൻതലമുറക്കാരുടെയും സ്വഭാവമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്താണ് വിനയം എന്നതിനെക്കുറിച്ച് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. താഴ്മ ചെയ്യുക, വിനയാന്വിതനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെല്ലാം സാഹചര്യത്തിലാണ് അത് നിർബന്ധമാകുക, ഏത് സാഹചര്യത്തിലാണ് അത് സുന്നത്താകുക എന്നിത്യാദി. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു താഴ്മ പാടില്ലാത്തതാകുക, ചെയ്യാൻ പാടില്ലാത്ത സമയമുണ്ടാവും, അങ്ങനെ എന്നതിനെ കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾ മഹാന്മാരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകളൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ വിശദമായ ഒരു ചർച്ചയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു സത്യത്തിൽ വിനയം എന്ന് പറഞ്ഞാൽ ഒരു സത്യം അംഗീകരിച്ചു കൊടുക്കുക, സത്യം സമ്മതിച്ചു കൊടുക്കുക, അതിന് വഴങ്ങുക. അതോടുകൂടെ തന്നെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഹുക്കുമുകളുണ്ടാവും, വിധികളുണ്ടാവും. ആ വിധികൾ നാം ചെയ്യുന്നു, പക്ഷെ അതൊരു ബുദ്ധിമുട്ട് കൂടാതെ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക. ബുദ്ധിമുട്ടിക്കൊണ്ട് ചെയ്യുന്നതിനെ ഉപേക്ഷിക്കുക. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു വിഭാഗം ആളുകൾ തവാളുഅ് എന്നതിനെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് വിലയിരുത്തലുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. തവാളുഅ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നിസ്സഹായനും നിസ്സാരനുമാകുക,
അതുപോലെ തന്നെ ദുർബലനാകുക. മറ്റുള്ളവന്റെ മുമ്പ് നമുക്ക് കഴിയുമെങ്കിലും അവിടെ ദുർബലത നാം പ്രകടിപ്പിക്കുക. ഇനിയും കുറച്ചും കൂടി പറയുകയാണെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവന്റെ നിസ്സഹായത, അവൻ നിസ്സാരനാണ് എന്ന് വ്യക്തമാക്കുക. ആരുടെ മുമ്പിൽ? അവനെ ആരെങ്കിലും ബഹുമാനിക്കുന്ന, അവനെ ആദരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകുമ്പോൾ, ഞാൻ ആ ആദരവിനൊന്നും അർഹനല്ല, എന്റെ കോലം കണ്ടുകൊണ്ട്, എന്റെ ചേല് കണ്ടുകൊണ്ട്, എന്റെ പ്രസംഗം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ ബാഹ്യമായ എന്തെങ്കിലും കണ്ടുകൊണ്ട് നിങ്ങൾ എനിക്ക് വല്ല ആദരവും സങ്കൽപ്പിക്കുന്നുവെങ്കിൽ, ആദരവും കൽപ്പിച്ചു തരുന്നുവെങ്കിൽ ഞാൻ അതിന് യോഗ്യനല്ല എന്ന്, ഞാൻ വളരെ നിസ്സാരനാണ്, നിസ്സഹായനാണ്, ഞാൻ വളരെ ദുർബലനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. ഇതാണ് തവാളു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലോ ആദരിക്കുക, തന്നേക്കാൾ പവർ, തന്നേക്കാൾ ശ്രേഷ്ഠത ഏതെങ്കിലും വിഷയത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ അവരെ ആദരിക്കലാണ് തവാളു എന്ന്. തന്നേക്കാൾ ഇൽമിൽ, വിജ്ഞാനത്തിൽ തന്നേക്കാൾ ശ്രേഷ്ഠതയുള്ള ആള്, പ്രായത്തിൽ തന്നേക്കാൾ ശ്രേഷ്ഠതയുള്ള ആള്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭിനന്ദിക്കേണ്ട കാര്യങ്ങളിൽ, അല്ലാതെ വേറെന്തെങ്കിലും കാര്യം ഉണ്ടല്ല, പല കാര്യത്തിലും പലർക്കും തന്നെക്കാളൊക്കെ മൂപ്പുണ്ടാവില്ല, അത് നോക്കിയിട്ട് കാര്യമല്ല. ആദരിക്കേണ്ട വസ്തുതകളുണ്ട്, ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട അങ്ങനത്തെ എന്തെങ്കിലും ശ്രേഷ്ഠത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വകവെച്ചു കൊടുത്തുകൊണ്ട് അവനെ ആദരിക്കലാണ്, ബഹുമാനിക്കലാണ് തവാളു എന്ന് പറഞ്ഞ ആളുകളും ഉണ്ടായി. മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹുവിനോട് തവാളു എന്ന് പറഞ്ഞ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സത്യത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടുക, സത്യത്തിന് വഴിപ്പെടുക, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടത് ചെയ്യുക, ആരെങ്കിലും ഒരാൾ സത്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുക. ഇതാണ് തവാളു എന്നാണ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അത്താ റളിയല്ലാഹു അൻഹുവിനോട് തവാളുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഏതാണ് ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. സത്യത്തെ സ്വീകരിക്കുക, ആര് സത്യം പറയുന്നോ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യുക എന്നാണ് മഹാനായ ഇബ്നു അത്താ റളിയല്ലാഹു അൻഹു തവാളു, കീഴ്പ്പെടുക അല്ലെങ്കിൽ താഴ്മ ചെയ്യുക, വിനയാന്വിതനാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഇനി അബൂ യസീദുൽ ബുസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഒരു മനുഷ്യൻ വിനയാന്വിതനാകുക? അവന് വല്ലാതെ ഇങ്ങനെ പഴയ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പഴയ ഒരു ചെരുപ്പും ഒരു പഴയ കുപ്പായും തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയാൽ അവൻ വിനയാന്വിതനാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂല. അതൊന്നും ഈ വിനയത്തിന് എതിരുമല്ല. ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നുമില്ല, തനിക്ക് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല, ഒരു പദവിയുമില്ല എന്ന് തന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടുകൂടെ എന്താണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്? സൃഷ്ടികളിൽ തന്നേക്കാൾ മോശപ്പെട്ട ഒരാളും ഇല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുക. തനിക്ക് ഈ സമൂഹം എന്തെങ്കിലുമൊക്കെ അവസ്ഥ ഉണ്ടാവും. സത്യത്തില് അദ്ദേഹം ഒരുപാട് ആദരിക്കപ്പെടുന്ന വ്യക്തിയാവാം, ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാവാം, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നാൻ പാടില്ല. എന്നെ ഞാനിപ്പോൾ തരക്കേടില്ലാത്തൊരു സ്ഥാനത്താണ്, ഉന്നതമായ ഒരു പദവിയിലാണ് ഞാൻ ഇരിക്കുന്നത്, ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്, വല്ലാതെ ആദരിക്കുന്നുണ്ട്, അപ്പൊ തരക്കേടില്ല ഞാൻ എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത് എന്താ? ഞാനല്ലാത്ത മറ്റു മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാരൊക്കെ എന്നേക്കാളും നല്ലവരാണ്, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ് എന്ന രീതിയിലാണ് ഒരു മനുഷ്യൻ ചിരിക്കേണ്ടത്. അത് അങ്ങനത്തെ ചിന്ത എപ്പോഴാണോ ഒരാൾക്കുണ്ടാകുന്നത് അപ്പോൾ മാത്രമേ അവനൊരു മുതവല്ലിയാണ്, ആ ഒരു വിനയുള്ള ആളാണ് എന്ന് പറയാൻ പറ്റൂ എന്നും മഹാനവറുകൾ പറയുന്നുണ്ട്. ഇനിയും മതസംബന്ധമായിട്ട് ഒരുപാട് ചർച്ച ഞാൻ അതിലേക്ക് കടക്കാം. ചുരുക്കത്തിൽ ഒരു ചെറിയ നമ്മളൊരു ചെറിയ പരിചയപ്പെടുത്തൽ വേണ്ടി മാത്രമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നത്. ഇങ്ങനെ താഴ്മ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ അനിവാര്യമായ, വിനയാന്വിതനായി ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ എത്രത്തോളം നമ്മുടെയൊക്കെ മനസ്സിൽ ആ വിനയം സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസുകളിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിനയമുള്ള, താഴ്മയുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കും.
നൽകുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വഅൻ അയ്യാൽ ബിൻ ഹിമാർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ വലാ യബ്ഗിയ അഹദുൻ അലാ അഹദ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന നല്ലൊരു ഹദീസ്, നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഹദീസാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഇയാൽ ബിൻ ഹിമാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അല്ലാഹു എന്നിലേക്ക് സന്ദേശം അറിയിച്ചു, എന്നോട് പറഞ്ഞു, എന്നിലേക്ക് സന്ദേശം അറിയിച്ചു. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വഹി അറിയിക്കുന്നത് പല രൂപത്തിലാണ് എന്ന് നമുക്കറിയാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പകർന്നു കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലോ. ഇല്ലെങ്കിലോ ഇൽഹാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും. ഇതും അള്ളാഹുവിന്റെ വഹിയാണ്, അള്ളാഹുവിന്റെ സന്ദേശമാണ്. ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റു വസ്തുത എന്താ അറിയോ? അത്തരം കാര്യങ്ങളല്ലാതെ അള്ളാഹുവുമായിട്ടുള്ള ദൈവികമായ ചിന്തകളല്ലാതെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ തോന്നലുകളല്ലാതെ മഹാന്മാരായ പ്രവാചകന്മാരുടെ മനസ്സിൽ ഒരിക്കലും ഉദിക്കുകയില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ തിരിച്ചറിയാൻ പ്രയാസാവൂലേ? അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഉദിക്കുന്നത് മുഴുവൻ വഹിയായിരിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പക്ഷം. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമകളായിരിക്കും അവര്. അതിനുവേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ പ്രവാചകത്വം നൽകുന്നതിന് മുമ്പ് അവിടുത്തെ മനസ്സ് സ്ഫുടം ചെയ്തെടുക്കുന്ന രംഗങ്ങൾ 2-3 തവണ നമുക്ക് കാണാൻ കഴിഞ്ഞു. ചെറുപ്പത്തിലെ ആ മനസ്സിൽ ഉണ്ടായേക്കാവുന്ന മനുഷ്യ സഹജമായ ഏതെങ്കിലുമൊക്കെ വികാരങ്ങളുടെ കറ, അതിന്റെ എന്തെങ്കിലും ഒരു അടയാളം ആ മനസ്സിലുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് കഴുകി വൃത്തിയാക്കി കൊടുത്തു. പിന്നീട് വഹിയിന്റെ ആരംഭത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് ഉണ്ടാകണം എന്നല്ല, ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റു പൈശാചികമായ കറകളൊക്കെ നേരത്തെ വൃത്തിയാക്കിയിട്ടുണ്ട്. തെറ്റായ കുറ്റകരമായ ഒരു ചിന്തയും ഒരു ആലോചനയും അവരുടെ ഒന്നും മനസ്സിലുണ്ടാകൂല. അത് അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണത്തിലാണ് അവരെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരുന്നത്. മാത്രമല്ല, പ്രകൃതിയിൽ നിന്ന് ചേർന്നേക്കാവുന്ന അത്തരം തെറ്റായ ചിന്തകൾ തടയാൻ വേണ്ടിയാണ് നേരത്തെ അങ്ങനെ ഒരു ഓപ്പറേഷന് പ്രവാചകനെ വിധേയനാക്കിയത്. ഇനിയും പ്രവാചകത്വം ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ തീരെ ചിലപ്പോൾ ആ നബൂവത്ത് ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്നത് ഇൽഹാമിലൂടെയായിരിക്കും. അപ്പൊ തെറ്റായൊരു ഇൽഹാം പ്രവാചകന്മാരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ക്ലിയർ ആക്കേണ്ടതുണ്ട്. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ക്ലിയർ ആക്കുന്നു. വീണ്ടും 3 പ്രാവശ്യത്തെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ. എന്താ ഇത് നൽകുന്ന പാഠം? അവരുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിലൊക്കെ പിന്നെ വേണ്ടാത്തതും വേണ്ടതുമായ ഒരുപാട് ചിന്തകൾ, വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരും. ഒരുപാട് ദുരാഗ്രഹങ്ങൾ, ദുർമോഹങ്ങൾ, ദുഷിച്ച ചിന്തകളൊക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ ഹൃദയങ്ങളിൽ അങ്ങനെ വേണ്ടാത്ത ഒരു ചിന്തയും ഉണ്ടാകൂല. അത് നേരെ തന്നെ അള്ളാഹു അവരെ സംരക്ഷിച്ചു. ഇനി മാത്രമല്ല, അള്ളാഹു തോന്നിപ്പിക്കുന്ന ചിന്തകളല്ലാത്ത, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുന്ന വഹയിന്റെ മുഖേനയുള്ള ചിന്തകളല്ലാത്ത മറ്റു ചിന്തകളും അവരുടെ മനസ്സുകളിൽ ഉദിക്കുകയില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നത്. ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലേക്ക് വഹി അറിയിച്ചു, എന്നോട് സന്ദേശം അറിയിച്ചു. എന്താണ് സന്ദേശം എന്ന് ോ നിങ്ങളൊക്കെ വളരെ വിനയാന്വിതരായി ജീവിക്കേണ്ടതുണ്ട്. വളരെ താഴ്മയോടുകൂടെ, വളരെ ഇസ്ലാം നിയമങ്ങൾക്കൊക്കെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരാളും മറ്റൊരാളുടെ മേൽ ഒരു വീമ്പിളക്കേണ്ടതില്ല, ഒരു സ്വന്തം പുകഴ്ത്തി പറയേണ്ടതില്ല. അതിനുള്ള യോഗ്യതല്ല.
ഒരാൾക്കും ഞാനൊരു വലിയ ആളാണ് എന്ന നിലക്ക് അയാൾ സ്വന്തം പറയേണ്ടതില്ല, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതും ഇല്ല. ആ നിലക്ക് നിങ്ങൾ താഴ്മ ചെയ്യണം, നിങ്ങൾ വിനയാന്യതരായിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്കൊരുപാട് പവിത്രതകൾ ഉണ്ടാവാം, നിങ്ങൾക്ക് കുടുംബപരമായ ഒരുപാട് ശ്രേഷ്ഠയുണ്ടാകാം മറ്റുള്ളവരെക്കാളൊക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കൊക്കെ നിങ്ങൾക്കൊരുപാട് അഭിനന്ദിക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ടാവാം, ഒരുപാട് വകുപ്പുകൾ ഉണ്ടാകാം. എന്നാലും നിങ്ങൾ സ്വയം പുകഴ്ത്താൻ പാടില്ല. അത് ആ പുകഴ്ത്താൻ പാടില്ലാതിരിക്കണമെങ്കിൽ, പുകഴ്ത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ വിനയാന്വിതരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, നിങ്ങൾ സ്വയം നിങ്ങൾ വലുതായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ സ്ക്രൂ കയറ്റിയിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങളിങ്ങനെ തലയും ആട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു കൊടുക്കും. അത് അരുന്ന് പറയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തന്നെ ആരെങ്കിലും അനാവശ്യമായി പൊന്തിക്കുന്നുവെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണേ, ഞാൻ അതിന് അർഹനല്ല കൂട്ടരെ, എന്റെ സ്ഥാനം നിങ്ങളെക്കാളൊക്കെ ചെറുതാണ് എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരിക്കലും അവർ ഈ വാക്ക് കേട്ട് ഈ പ്രവർത്തനം കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതാണ് തവാളു എന്ന് പറഞ്ഞില്ലേ, ആ അർത്ഥത്തിൽ നാം ചിന്തിക്കുക. നിങ്ങൾ തവാളു ഉള്ളവരാകുക. എല്ലാവരും വളരെ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാന്വിതരായി ജീവിക്കുക. അങ്ങനെ വിനയാന്വിതരായി ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരാളും മറ്റൊരാളേക്കാൾ മേനി പറയുകയില്ല, വിമ്പളക്കുകയില്ല, പുകഴ്ത്തി പറയുകയില്ല, ആത്മപ്രശംസ നടത്തുകയില്ല. അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ്. സ്വന്തമായിട്ട് ഇങ്ങനെ പറയണതും ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, മറ്റൊരാൾ ഇങ്ങനെ എത്തിക്കാണ്ട് ഇങ്ങനെ പറയണതും വല്ലാത്ത ഇഷ്ടമായിരിക്കും. അതിങ്ങനെ സുഖിപ്പിക്കാറില്ലേ, ആ സുഖിപ്പിക്കൽ ഒരു പരിധി വരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് അപകടത്തിലേക്കുള്ള പോക്കാണ്. പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടൂല, പിന്നെ അത് പറഞ്ഞതൊന്നും തിരുത്താനും പറ്റൂല, പിന്നെ കൂടുതൽ എന്തെങ്കിലും പറയാ എന്നല്ലാതെ ഈ പറഞ്ഞതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞവനും തയ്യാറാകൂല. ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെയാണ് എന്നുള്ള നിലക്ക് അവിടുന്ന് ആ സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിരിക്കാൻ ആ പറയപ്പെട്ട വ്യക്തിയും തയ്യാറാവൂല. അതുകൊണ്ട് ആദ്യം തന്നെ ആ പരിപാടിക്ക് നിൽക്കണ്ട. നിങ്ങൾ സ്വയം ആത്മപ്രശംസ നടത്തേണ്ടതില്ല, നിങ്ങൾ സ്വന്തം പുകഴ്ത്തി പറയേണ്ടതില്ല, പിന്നെ വമ്പ് പറയേണ്ടതില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോഴേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താഴ്മ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. മഹാന്മാരായ മുർസലീങ്ങളുടെ മുമ്പിൽ, പ്രവാചകന്മാരുടെ മുമ്പിൽ താഴ്മ ചെയ്തിരിക്കണം. മഹാന്മാരായ ഇമാമീങ്ങളുടെ മുമ്പിൽ, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ മുമ്പിൽ, ഔലിയാക്കന്മാരുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, ഗുരുനാഥന്മാരുടെ മുമ്പിലൊക്കെ വിനയം കാണിക്കുക എന്നുള്ളത് അവരെ മൊത്തത്തിലെ നാം താഴ്മ വിനയാന്വിതരാണല്ലോ. അവിടെ അവരെക്കാൾ താഴെയാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവിടെ നാം വിനയാന്വിതരായിരിക്കേണ്ടത് അഭിനന്ദനാർഹമാണ്. അവിടെ വിനയം ഇല്ലാത്തൊരു ചുറ്റുപാട് അംഗീകരിക്കാനേ സാധ്യമല്ല. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് ലോകത്തും അവന്റെ പദവികൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. മാതാപിതാക്കളുടെ മുമ്പിൽ അവൻ ചെറിയ കൊച്ചുകുട്ടിയായി വളരെ വിനയാന്വിതനായി നിൽക്കുമ്പോൾ, പണ്ഡിതന്മാരുടെ മുമ്പിൽ അവൻ വിനയാന്വിതനായി നിൽക്കുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിൽ അവന്റെ വിനയം അവനെ രണ്ട് ലോകത്തും ഉയർത്താൻ ഉപകരിക്കും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ കാര്യം മറ്റു ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പദവികൾ ഇങ്ങനെ ഉയർത്തിക്കൊടുക്കും. ദുനിയാവിൽ അവന്റെ പദവി ഉയർത്തിക്കൊടുക്കും. നാളെ പാരത്രികമായ ലോകത്ത് ചെല്ലുമ്പോഴും അവന്റെ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കും. ഇനി മറ്റൊരു തവാളു ഉണ്ട്. എന്താണ് ആ തവാളു? സൃഷ്ടികളിൽ നിന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തവാളു ചെയ്യുക. സൃഷ്ടികളിൽ നിന്ന് മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് തന്നെ പോലെയുള്ളവർ, അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ഇൽമിന്റെ ഒരു അവകാശമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവകാശപ്പെടാനൊന്നുമില്ല. പക്ഷെ തന്നെ പോലെ തന്നെയാണ് അവര്, തന്നേക്കാൾ മിടുക്കുള്ളവരാണ് അവര്, തന്നേക്കാൾ മേലെയുള്ളവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇൽമുമായി ബന്ധപ്പെട്ടതോ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടതോ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ വിശ്വാസവുമായിട്ട് തഖ്വയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതോ ഒന്നുമല്ല. എന്നാലും അവർക്ക് മുമ്പിൽ വിനയാന്വിതനായി
ജീവിക്കുക എന്നുള്ളത് അതും പ്രശംസിക്കേണ്ട വിനയം തന്നെയാണ്, പ്രശംസിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാകുക, അങ്ങനെ അവിടെ വിനയാന്വിതനായി ജീവിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ഒരു പേരും പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാത്ത ഒരു പാവായിട്ട് ഇങ്ങനെ ഒരു നിസ്സാരനായി നിസ്സഹായനായിട്ട് ജീവിക്കുക എന്നുള്ളത് അവരെക്കാളൊക്കെ കഴിവുള്ള ആളാണ്, പ്രാപ്തിയുള്ള ആളാണ്. അള്ളാന്റെ അടുത്ത് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് നല്ല സ്വീകാര്യതയുണ്ടാവും. എന്നിട്ടും താൻ അവരുടെ കൂട്ടത്തിലൊന്നുമല്ല, ഞാൻ എത്രയോ അവരെക്കാളൊക്കെ പാവമാണ് എന്ന രീതിയിൽ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തും. എങ്ങനെ എന്നറിയാമോ? മനസ്സുകളിൽ അദ്ദേഹത്തിന് അല്ലാഹു സ്വീകാര്യത നൽകും. അദ്ദേഹത്തെ അറിയുന്നവരുടെ മനസ്സുകളിൽ, അദ്ദേഹത്തെ കാണുന്നവരുടെ മനസ്സിലൊക്കെ അദ്ദേഹത്തിന് അല്ലാഹു സ്വീകാര്യത കൊടുക്കും. മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് അവരുടെ മനസ്സുകൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതോടുകൂടി നാളെ പാത്രികമായ ലോകത്ത് അദ്ദേഹത്തിന്റെ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്നുമല്ല അവിടെ തോറ്റുകൊടുക്കേണ്ട, അവിടെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ ഒരു നേട്ടവും ഇല്ല. അങ്ങനെ ഉണ്ടാകാം, അത് പരാജയമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പിന്നെ എന്താകേണ്ടതില്ല, ഒരു പിന്നെ താഴ്മ ചെയ്തു കൊടുക്കേണ്ടതും ഇല്ല എന്നും കൂടി കൂട്ടത്തിൽ നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഒന്നുമല്ല അവിടെ ഒരു പക്ഷേ ദീനിനെതിരുള്ള, അപ്പൊ നമ്മൾ അവിടെ പറയാതിരുന്നാൽ, ആ പറയുന്നത് കൊണ്ട് ഒരു ആളായി എന്ന് തോന്നുന്നു എന്ന് സങ്കല്പിക്കുക. അത് പറയാതിരുന്നാൽ ചിലപ്പോൾ ആ വിനയം, ആ താഴ്മ ചെയ്യല് അത് ഭീരുത്വമായി പോകുന്നൊരു ചുറ്റുപാടുണ്ടാകുമെങ്കിൽ അവിടെ പറയേണ്ടതുണ്ട്. അവിടെ ആ വിനയം മാറ്റിക്കൊണ്ട് ഒരു പക്ഷേ അവിടെ പ്രതികരിക്കേണ്ടി വരും, പ്രതിഷേധിക്കേണ്ടി വരും. അതും കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ ഈ ഹദീസിന്റെ ബാക്കിഭാഗം. വലാ യബ്ഗിയ അഹദുൻ അലാ അഹദിൻ, ഒരാളും മറ്റൊരാളെയും ആക്രമിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടാകുക, വിനയം കാണിച്ചാൽ ഒരാൾക്കും മറ്റൊരാളെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാവുകയില്ല. അക്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത് ഉണ്ടാക്കി തീർക്കുന്നത്, ആ അക്രമത്തിന് അവനെ പ്രേരിപ്പിക്കുന്നത് ഞാൻ അവനേക്കാളൊക്കെ കൊള്ളാവുന്നവനാണ്, അവനേക്കാളും മേലെയാണ് എന്ന വേണ്ടാത്തൊരു തോന്നലാണ് മറ്റുള്ളവനെ ആക്രമിക്കാൻ ഇവനക്ക് പ്രചോദനമാകുന്നത്, പ്രോത്സാഹനമാകുന്നത്. ആ പ്രചോദനം ഇല്ലാതിരിക്കാനും അവന്റെ മനസ്സിന്റെ അകത്ത് വിനയമുണ്ടെങ്കിൽ, ആ മനസ്സിന്റെ അകത്ത് ഞാൻ ആരുമല്ല എന്ന ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരാളെ ആക്രമിക്കാൻ അവന് തയ്യാറാകില്ല. കാരണം അവന്റെ മുമ്പിൽ ഒന്ന് തോറ്റുകൊടുക്കുക എന്നാണ് വിനയം കൊണ്ടുദ്ദേശിക്കുന്നത്. അവൻ മുമ്പിൽ ഒരു നിസ്സാരനാകുക. ആയിക്കോട്ടെ, അവൻ തോറ്റു എന്ന് മറ്റുള്ളവർ പറയും, അവൻ എത്ര നിസ്സാരനെന്ന് മറ്റുള്ളവർ പറയും, അങ്ങനെ പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ട് അവൻ തോറ്റു എന്ന് മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ അവനാണ് വിജയിച്ചവൻ. കാരണം അവന് ശക്തമായി അവിടെ പ്രതികരിക്കാൻ കഴിയും. അവന് വേണമെങ്കിൽ അവൻ പറയുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ അതിന് പ്രതികരിക്കാൻ കഴിയും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയൊക്കെ പറയുന്നത് അത് ദീനുമായിട്ട്, ദീനിന്റെ കാര്യങ്ങൾ പറയുന്നിടത്തല്ല, വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നിടത്ത്, വ്യക്തിപരമായിട്ട് അവന് എന്തെങ്കിലും ഇടിവ് സംഭവിക്കുന്നിടത്താണ്. നേരെ മറിച്ച് വിശുദ്ധ ദീനിനാണിത് സംഭവിക്കുന്നെങ്കിലോ, അതാ നാം നേരത്തെ പറഞ്ഞത്, ദീൻ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടതുണ്ട്, ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. അത് വേറെ കേസാണ്. ഇത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ന്യൂനതകൾ, എന്തെങ്കിലും മോശം അവന് സംഭവിക്കും. അപ്പൊ ഞാൻ അവിടെ പറയാതിരുന്നാൽ ആളുകൾ എന്നെ കൊച്ചായി കാണും, ആളുകൾ എന്നെ ചെറുതാക്കി കാണിക്കും എന്ന ഒരു തോന്നൽ, ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അവൻ പ്രതികരിക്കുക, അതാണ് മോശമായിട്ടുള്ളത് എന്ന് കൂട്ടത്തിൽ നാം വായിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما نقصت صدقة من مال وما زاد الله عبدا بعفو إلا عزا وما تواضع.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മാ നഖസത് സദഖത്തുൻ മിൻ മാൽ, സദഖ ചെയ്തു എന്ന് വിചാരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിച്ച് അത് അവന്റെ ധനത്തിൽ നിന്ന് ഒട്ടും കുറക്കുകയില്ല, അവന്റെ സമ്പത്തിനെ അത് ബാധിക്കുകയില്ല, അത് ചുരുങ്ങുകയില്ല എന്ന് പറഞ്ഞു. ഈ ഹദീസ് നേരത്തെ നാം വിശദീകരിച്ചാണ്. ചുരുങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഈ ലോകത്ത് തന്നെ സംഭവിക്കുന്ന കാര്യമാവാം, ദുനിയാവ് തന്നെ സംഭവിക്കുന്നതാവാം. അപ്പൊ അങ്ങനെ ദുനിയാവിൽ അത് സംഭവിക്കല് 1000 റുപ്യന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് 100 ദിർഹം ഞാൻ കൊടുത്താൽ അത് ചുരുങ്ങന്നല്ലേ, ബാക്കി എന്റെ കയ്യിൽ 900 ഉണ്ടാവുള്ളൂ, അപ്പൊ സത്യത്തിൽ അത് ചുരുങ്ങന്നല്ലേ എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് പറഞ്ഞത് എന്താണെന്നറിയോ? അതില് അള്ളാഹു സുബ്ഹാനഹു തആല അതിലുണ്ടാകുന്ന ബർക്കത്ത്, ആ ബർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ 1000 േണ്ട ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ 900 തന്നെ നൽകി ആ ബർക്കത്ത് അല്ലാഹു അവിടെ നിലനിർത്തും എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ഹുവ ആയിദുൻ ഇലദ്ദുനിയാ ബിൽ ബർക്കത്തി ഫീഹി, ആ ബാക്കിയുള്ളതിൽ ബർക്കത്ത് ചെയ്യലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ തന്നെ അവനക്ക് ആ കുറവ് പരിഹരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മഫ്സദാത്തുകൾ, അതിലുണ്ടാകുന്ന ഈ സ്വത്തിലൊക്കെ സംഭവിച്ചേക്കാവുന്ന അതിന്റെ നഷ്ടങ്ങൾ ഉണ്ടല്ലോ, ഫസാദ്, അതന്നെ ഒന്നായിട്ട് നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അത് നശിച്ചു പോകുക, അവന്റെ വരുമാന മാർഗങ്ങളൊക്കെ നിലച്ചു പോകുക, അങ്ങനെ സാധ്യതയുള്ള ധാരാളം സാധ്യതകൾ ണ്ടല്ലോ. ഒരുപാട് ആളുകളെ നമുക്കറിയാവുന്നതാണല്ലോ. ഒരുപാട് സമ്പൽ സമൃദ്ധിയിൽ വിരാജിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഒന്നുമല്ലാതെയായി തീർന്ന എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. അങ്ങനെ അതിലെന്തെങ്കിലും ഫസാദ് ഉണ്ടാകുന്നതിനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതിനെ അള്ളാഹു തടയും. അതാണ് അതിൽ ബർക്കത്ത് ചെയ്യും, അതിൽ ചുരുക്കുണ്ടാകൂല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അത് ദുനിയാവിലേക്ക് മടക്കുകയാണെങ്കിൽ ദുനിയാവിൽ തന്നെ അത് ചുരുങ്ങൂല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ താല്പര്യം എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും അങ്ങനെയല്ല, ഇത് ആഖിറത്തിലാണ് എന്ന് പറയുകയാണെങ്കിലോ പിന്നെ ചിന്തിക്കാനേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആഖിറത്തിൽ ഈ ഇരട്ടിയായിട്ട് ഇതിന് പ്രതിഫലം കൊടുക്കൂലേ? അപ്പൊ ഒരിക്കലും ചുരുങ്ങണില്ലല്ലോ. അവിടെ അങ്ങനത്തെ മറ്റൊരു ചിന്തയെ വരുന്നില്ല. ആഖിറത്തിലാണ് എന്ന് പറയുമ്പോൾ, ദുനിയാവിലാണെന്ന് വരുമ്പോൾ ഈ ചിന്തയ്ക്കുള്ള മറുപടിയായി, ഈ ചോദ്യത്തിനുള്ള മറുപടിയായി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഏതായാലും ശരി, ഞാൻ അതിലേക്ക് കടക്കുകയില്ല. അപ്പൊ സ്വതക്ക ചെയ്തു എന്ന് വിചാരിച്ച് ഒരാളുടെയും ധനത്തെ അള്ളാഹു ചുരുക്കുകയില്ല, ഒരു കുറവും അതിൽ സംഭവിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല വമാ സാദല്ലാഹു ആർക്കെങ്കിലും മാപ്പ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അഭിമാനത്തെയും അന്തസ്സിനെയും അല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കുകയേയില്ല. ഒരാൾക്ക് അറിഞ്ഞുകൊണ്ടവൻ മാപ്പ് കൊടുത്താൽ അതവന്റെ തകർച്ചയല്ല, അവന്റെ ഉയർച്ചയാണ് കാണിക്കുന്നത്. അതിൽ അവന് പുരോഗതിയേ ഉണ്ടാവുകയുള്ളൂ, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനെ അടിച്ചാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ കഴിയൂല. എന്നാൽ ഓനക്ക് മാപ്പ് കൊടുത്തു എന്ന് പറയാനല്ല, നമുക്കങ്ങോട്ട് പറയാൻ കഴിയും, ചെയ്യാൻ കഴിയും. എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അവിടെയൊക്കെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെയുള്ള അസ്വസ്ഥതകൾ ഇതിലൂടെ നമ്മുടെ ഭാര്യമാരെന്തെങ്കിലുമൊക്കെ ചെയ്തു, എന്നാൽ അതൊക്കെ അവൻ നമ്മൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ മാപ്പ് ചെയ്തു കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർ, നമ്മളുമായി അടുത്ത് ഇടപഴകുന്ന ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ മാപ്പ് ചെയ്തു കൊടുക്കുക. അതിന്റെ പേരിൽ അവരുടെ മേൽ ആക്ഷൻ സ്വീകരിക്കാതെ, ഒരു നടപടിയും സ്വീകരിക്കാതെ അത് മാപ്പ് ചെയ്തു കൊടുക്കുക. അവർക്കും കൂടി അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നും കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തു, വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ശിക്ഷിക്കാമായിരുന്നു, എന്നിട്ടും അദ്ദേഹം എനിക്ക് മാപ്പ് തന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണോണ്ടൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ അവരുടെ ചിന്ത ആ ഭാഗത്തേക്ക് വിടുന്നത് കൊണ്ടും കുഴപ്പമില്ല. അങ്ങനെ ഒരു ചിന്തയിലേക്ക് കൂടി അവരെത്തിക്കണം. അല്ലാതെ ഈ മാപ്പ് ചെയ്യുന്നതിൽ പിന്നെ അർത്ഥമില്ലാതെയായി പോവും. അവർക്കൊന്നും മനസ്സിലായില്ല.
ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് ബാധ്യമായില്ല, ആ തെറ്റിന് ശിക്ഷയാണുള്ളത് എന്നും ബോധ്യപ്പെട്ടില്ല. ആ രീതിയിലായിട്ടുണ്ടെങ്കിൽ പിന്നും അവൻ തെറ്റാവർത്തിക്കും. അങ്ങനെയല്ല, അത് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, ആ തെറ്റിന് വേണമെങ്കിൽ എന്റെ ഉപ്പാക്ക് എന്നെ ശിക്ഷിക്കാമായിരുന്നു, എന്റെ ഉസ്താദിന് എന്നെ ശിക്ഷിക്കാമായിരുന്നു, എന്റെ ജ്യേഷ്ഠൻ എന്നെ ശിക്ഷിക്കാമായിരുന്നു, എന്റെ സുഹൃത്തിന് എന്നോട് പിണങ്ങാമായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്നെയും പറയാമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് ആദ്യം അവരെ കൊണ്ടുവരിക. എന്നിട്ട് അത് മാപ്പ് ചെയ്തു കൊടുക്കുക. ഈ ഒരു സംഭവം അവരെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ, ആ ബന്ധങ്ങൾ സുദൃഢമാകാൻ അവരെ സഹായിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മക്കം ഫത്ഹിന്റെ ആ ദിവസത്തിൽ ചെയ്തതുപോലെ അവർക്കറിയാമായിരുന്നു പ്രവാചകൻ എല്ലാ ശക്തിയുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവിധ സ്വാധീനവുമുണ്ട്. പ്രവാചകന്റെ ഓർഡർ കാത്തിരിക്കുകയാണ് വന്യരായ സ്വഹാബാക്കൾ. എന്തൊക്കെ കൽപ്പിക്കുകയാണെങ്കിലും അത് നടപ്പിലാക്കാനുള്ള സർവ്വവിധ സജ്ജീകരണങ്ങളും പ്രവാചകന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അവർക്കറിയാം അവർ ചെയ്ത തെറ്റിലേക്ക് അവർ വേള പിന്നോട്ട് ചിന്തിക്കുകയാണ്. എന്തെല്ലാം വേണ്ടാത്തരങ്ങളാണ് ഞങ്ങൾ ഈ പ്രവാചകനോട് ചെയ്തിട്ടുള്ളത്, പ്രവാചകന്റെ അനുയായികളോട് അനുവർത്തിച്ചിട്ടുള്ളത് എന്നവരൊക്കെ ചിന്തിക്കുകയാണ്. അപ്പൊ അവർക്കറിയാം അവരുടെ മേൽ എന്തായാലും നടപടി ഉണ്ടാകും, എന്തായാലും അവരുടെ മേൽ ആക്ഷൻ ഉണ്ടാകും എന്ന് കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് അവർ പറയുന്നത്, നിങ്ങൾ ചെയ്ത പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പൊതുമാപ്പ് കൊടുക്കുന്നത്, നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം, അന്തും തുലക്കാ, നിങ്ങളൊക്കെ സ്വാതന്ത്ര്യരാണ്, നിങ്ങൾക്കൊക്കെയുള്ള എല്ലാ തെറ്റുകളും പുറത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 100% അവര് പൊതുമാപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞയക്കുന്ന പ്രവാചകന്റെ ആ ചുറ്റുപാട്. അതാണ് ഇവിടെ അഫ്വ് ചെയ്താൽ അവിടെ ഇസ്സത്ത് വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൂടി ബാധകമാകുന്നത് കൊണ്ട് അതൊന്നുകൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. എനിക്കും അത് സംബന്ധമായി പറയാൻ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ, താഴ്മ ചെയ്താൽ, മറ്റുള്ളവന്റെ മുമ്പിൽ നിസ്സാരനായി നിസ്സഹായനായി, മറ്റുള്ളവന്റെ മുമ്പിൽ ദുർബലനായി അവന്റെ മുമ്പിലൊന്ന് തോറ്റുകൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഫളിൽ കൊണ്ട് ഇവനെ ഉയർത്തിയിട്ടല്ലാതെ ആർക്കിടയിൽ തന്നെ അന്ന് ഒരു പക്ഷേ അവരുടെ ഇടയിൽ ഇവൻ താഴ്ന്നവനായേക്കാം, തന്നെക്കാളും ചെറുതായവനായേക്കാം. ആ നാവുകൾ കൊണ്ട് തന്നെ ആരൊക്കെയാണോ തന്നെ ചെറുതാക്കാൻ വേണ്ടി ശ്രമിച്ചത്, ആരൊക്കെയാണോ സമൂഹത്തിൽ തന്നെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത്, അവരുടെ നാവുകളെ കൊണ്ട് തന്നെ അവരെ അവരെ ആനന്ദിക്കുന്ന, അവരെ അനുമോദിക്കുന്ന ഒരു നാളെ ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് ഈ പ്രപഞ്ചത്തോട് വിളിച്ചു പറഞ്ഞത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് ലോകത്ത് പല ഭാഗങ്ങളിലും പ്രകടമാകുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയുന്ന സംഭവമാണ്. നമുക്കറിയാലോ, ഓരോ വിഷയത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ചുറ്റുപാടിലൂടെ ഒക്കെ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞവർ പിന്നെ കൊള്ളേണ്ട ഒരു സന്ദർഭമുണ്ടാകുന്നു. ഒരു കാലത്ത് വളരെ ഇകഴ്ത്തി ഒരു വല്ലാതെ അസഭ്യങ്ങൾ വാരി കോരി പറഞ്ഞവർ പിന്നീട് അതേ നാവുകൾ കൊണ്ട് തന്നെ അഭിനന്ദിക്കേണ്ട, അവര് ആശീർവദിക്കേണ്ട ഒരു സന്ദർഭമുണ്ടാകുന്നു, ഒരു സാഹചര്യമുണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാണ്. ആരെങ്കിലും അങ്ങനെ വേണമെങ്കിൽ അന്ന് അതിനേക്കാൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാമായിരുന്നു. പക്ഷെ പ്രതികരിച്ചില്ല. ഒക്കെ ഖൈറാണ് വിചാരിച്ച് അത് ക്ഷമിച്ചു കൊടുത്തു. അങ്ങനെ ക്ഷമിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് താഴ്മ ചെയ്തപ്പോൾ അള്ളാഹു ദുനിയാവിൽ തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. ദുനിയാവിൽ തന്നെ അവരെ
ഉയർത്തിക്കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങളൊക്കെ നല്ലതായി മനസ്സിലാക്കി അതിനെ പിൻപറ്റാനും ചീത്ത കാര്യങ്ങളൊക്കെ ചീത്തയായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ വിനയാന്വിതരായി ജീവിച്ചു അങ്ങേ മഹാന്മാരായ സ്വാലിഹീങ്ങളോടുകൂടെ ശുഹദാക്കളോടുകൂടെ അമ്പിയാക്കളോടുകൂടെ നാളെ സ്വർഗീയ രാജ്യത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും നമ്മുടെ അഭിവന്യരായ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും നമ്മുടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകളുടെ കല്യാണം റാഹത്താൻ വേണ്ടി ദുആ